ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനം ചെലുത്താൻ പോകുന്ന പുതിയ നീക്കങ്ങൾക്കാണ് കോൺഗ്രസ് നേതൃത്വം ദക്ഷിണേന്ത്യയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ നടത്തിയ ചില തുറന്നു പറച്ചിലുകളാണ് ഇപ്പോൾ BJPയെ പ്രതിരോധത്തിലാക്കുന്നത്. ഒരു നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങളെല്ലാം കോൺഗ്രസിന് പ്രയോജനകരമായിട്ടുണ്ട്. കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിച്ചിരുന്നെങ്കിലും പാർട്ടിയിൽ ഒരു ആഭ്യന്തര സംഘർഷം ഒഴിവാക്കുന്നതിനായി അദ്ദേഹം ഹൈക്കമാൻഡ് നിർദ്ദേശം അംഗീകരിച്ച് ഉപമുഖ്യമന്ത്രി സ്ഥാനം സ്വീകരിച്ചു. ഈ പാർട്ടി വിധേയത്വമാണ് അദ്ദേഹത്തെ കോൺഗ്രസിന്റെ ക്രൈസിസ് മാനേജറാക്കി മാറ്റുന്നതും. ഇപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന നിരീക്ഷണങ്ങൾ BJPക്കെതിരായ കോൺഗ്രസിന്റെ ദീർഘകാല തന്ത്രങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ബീഹാർ ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തെ ഒട്ടും ബാധിക്കുന്നില്ല എന്ന കൃത്യമായ നിലപാടാണ് അദ്ദേഹം എടുക്കുന്നത്. ഇതിനുദാഹരണമായി പ്രാദേശിക തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പോലും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. തമിഴ്നാട്, കർണാടക, തെലങ്കാന, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ BJPക്ക് മുന്നേറാൻ കഴിയുന്ന സാഹചര്യം ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഒരുക്കാറില്ല. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ BJPയുടെ ഇപ്പോഴത്തെ നില പരിതാപകരമാണ്. എന്നാൽ ഈ രാഷ്ട്രീയ വിലയിരുത്തലിൽ കോൺഗ്രസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡുവിലാണ്. BJPയെ താഴെ ഇറക്കുക എന്ന ലക്ഷ്യത്തോടെ നായിഡുവിന്റെ പിന്തുണ ഉറപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാണെന്ന് ശിവകുമാർ വ്യക്തമാക്കുന്നു. വേണ്ടിവന്നാൽ നായിഡുവിനെ നേരിൽ കണ്ട് പ്രധാനപ്പെട്ട നീക്കങ്ങൾ അറിയിക്കാൻ തയ്യാറാണ്. നായിഡുവിനെ പ്രധാനമന്ത്രിയാക്കിയാലും വേണ്ടില്ല, മോദിയെ താഴെ ഇറക്കാൻ ആവശ്യമായ എല്ലാ നീക്കങ്ങൾക്കും കോൺഗ്രസ് തയ്യാറാണ്. ഇതിനുള്ള വ്യക്തമായ നിർദ്ദേശങ്ങൾ ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നിലവിലെ സാഹചര്യത്തിൽ നായിഡുവിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. BJPയെ നിലനിർത്താൻ നിതീഷ് കുമാറിന്റെയും ചിരാഗ് പാസ്വാന്റെയും മാത്രം പിന്തുണ മതിയാകില്ല. നായിഡുവിന്റെ 16 MPമാർക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ന് വലിയ മൂല്യമുണ്ട്. ഇതാണ് കോർപ്പറേറ്റുകൾ പോലും നായിഡുവിനെ പരമാവധി പ്രീണിപ്പിച്ച് നിർത്തുന്നതിന്റെ പിന്നിലെ പ്രധാന കാരണം. കൂടാതെ നായിഡുവിന്റെ സർക്കാരിന് ദോഷകരമായി ഒന്നും ചെയ്യാതിരിക്കാൻ അവർ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. ചന്ദ്രബാബു നായിഡു ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭരണകാലത്ത് പല കേസുകളിൽ പ്രതിയാക്കപ്പെട്ട് ജയിൽവാസം വരെ അനുഭവിച്ചിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് സംരക്ഷണം നൽകാൻ പവൻ കല്യാൺ മുന്നിട്ടിറങ്ങിയതിന്റെ ഫലമായിട്ടാണ് ജനസേന നേതാവിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചത്. കേവല ഭൂരിപക്ഷമുള്ള നായിഡുവിന് നിലവിൽ മറ്റ് സഖ്യകക്ഷികളുടെ പിന്തുണ ആവശ്യമില്ലെങ്കിലും ദേശീയതലത്തിൽ BJPക്കെതിരെ അദ്ദേഹം എടുക്കുന്ന ഏത് നിലപാടും കോൺഗ്രസിന് വലിയ കരുത്താകും. DK ശിവകുമാർ ദക്ഷിണേന്ത്യയിലെ BJPയുടെ വളർച്ചാ സാധ്യതകൾ തള്ളിക്കളയുമ്പോഴും ആന്ധ്രയിൽ മാത്രം ഒരൽപ്പം സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. BJP സഖ്യമുണ്ടാക്കുന്നിടത്തെല്ലാം ആ പ്രധാന പാർട്ടികളെ തഴഞ്ഞു വളരുന്ന ഒരു ചരിത്രമുണ്ട്. ഒഡീഷയിലെ ഉദാഹരണം തന്നെയാണ് അദ്ദേഹം ഇവിടെ എടുത്തു പറയുന്നത്. ഒരു കാലത്ത് ബിജു ജനതാദളിന്റെ ഭാഗമായിരുന്ന BJP പിന്നീട് നവീൻ പട്നായിക്കിന് വെല്ലുവിളിയായി വളർന്നു. നിലവിലെ രാഷ്ട്രപതി ദ്രൗപദി മുർമു പോലും ഒരു കാലത്ത് BJD മന്ത്രിസഭയിലെ അംഗമായിരുന്നു. ഈ അപകടം ആന്ധ്രയിലെ TDPയും തിരിച്ചറിയണം എന്നാണ് കോൺഗ്രസിന്റെ നിർബന്ധം. ചന്ദ്രബാബു നായിഡുവിനെ ഒപ്പം നിർത്താനും BJP വിരുദ്ധ മുന്നണിയുടെ ഭാഗമാക്കാനും കോൺഗ്രസ് നടത്തുന്ന ഈ നിശബ്ദ ശ്രമങ്ങൾ വരും ദിവസങ്ങളിൽ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ വഴിത്തിരിവുകൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. നായിഡുവിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിലെ അടുത്ത ചുവടുവയ്പ്പുകൾ.